എന്നാലും നിന്റെ ചേച്ചി എന്തൊരു ദുഷ്ടിയാടി. അടിച്ചവരുടെ കാരണം പൊളിച്ചു കളഞ്ഞില്ലേ? കണ്ട സങ്കടം തോന്നിപ്പോവും. പിന്നെ അവർക്കൊരടിയുടെ കുറവുണ്ടായിരുന്നു. എന്റെ കഴുത്തിനിടയ്ക്കിടക്ക് കുത്തിപ്പിടിക്കുന്നതല്ലേ. ഒരടി ഞാനും കൊടുക്കാൻ വെച്ചിരുന്നതാ, പക്ഷെ പറ്റിയില്ല. അടിച്ചാ പിന്നെ തിരിച്ചടി കുറെ കൊള്ളേണ്ടി വരും. അതാ. അധികം പ്രസംഗിച്ചോണ്ട് നിക്കാണ്ടേ മുന്നീന്ന് മാറിക്കും. ഞാൻ മാറിത്തരാം. പക്ഷേ നാളെ മുതല് ചേച്ചി അരിയത്തെയും കൂടി ഇവിടെ കിടന്ന് പറക്കും. ഹായ് ഗേൾസ്, എന്താണ് പുതിയ പ്രശ്നം? ഞാൻ ഓടണോ? കൊച്ച ഈ അഞ്ചുകുനുമ ഞങ്ങളെ പിടിച്ചു വെച്ചിട്ട് എന്തൊക്കെയാ പറയുക? പറയാഞ്ചു, എന്താ നിന്റെ പുതിയ പ്രശ്നം? ഒന്നുമില്ല പ്രകാശേട്ടാ. നാളെ മുതലേ ഇവരുടെ അവസ്ഥ കണ്ടുണ്ടാകുന്ന സന്തോഷല്ലേ, അത് ഓർത്തുപോയതാ. അല്ല, ഇവർക്കിപ്പോ എന്താ അവസ്ഥ വരാനാ? നിങ്ങൾ പൊക്കോ, ഇവൾക്ക് ഭ്രാന്ത. ഇവർക്ക് ഭ്രാന്താന്ന് എനിക്ക് പണ്ടേ മനസ്സിലായതാ. അതെ, എനിക്ക് ഭ്രാന്താണ്. എന്റെ ഭ്രാന്തൊക്കെ നീ കാണാൻ പോകുന്നേ ഉള്ളൂ. മോള് പോയി റെഡിയായിരിക്കും. നീ വാ മാളു, ഇവര് പറയുന്ന കേൾക്കുന്നതിലും ഭേദം പോന്ന വാ. എന്താ നിന്റെ പുതിയ പ്രശ്നം? ഞാനേ മായമ്മയുടെ അടുത്തുനിന്ന് വരിക. മായമ്മ പറഞ്ഞതൊക്കെ വെച്ച് നോക്കിയിട്ട് എല്ലാറ്റിനെയും പുക കണ്ടിട്ടേ മായമ്മ അടങ്ങും. അതെനിക്കും തോന്നുന്നുണ്ട്. നീ അതിലൊന്നും പോയി ഇടപെടാൻ നിൽക്കണ്ടട്ടാ. ഞാൻ ഇടപെടും. ഇങ്ങനൊരു അവസരം വന്നിട്ട് ഞാൻ ഇടപെടാതിരിക്കണോ പ്രകാശേട്ടാ? ഞാൻ ഇടപെടും. പ്രകാശേട്ടാ, ഞാനാണിപ്പോ മായമ്മയുടെ റൈറ്റ് ഹാൻഡ്. ഇനി മുതൽ ഞാൻ നല്ല ബിസി ആയിരിക്കും. അപ്പൊ ഞാൻ പോട്ടെ. വെട്ടിയിലാവാണ്ടിരുന്നാ മതി. ആ മായാവതി എന്നെ എല്ലാം വന്ന് പറഞ്ഞുവെച്ചാ. വെറുതെ ഇത്രയും കാലം മോഹനേട്ടനെ സംശയിച്ചു. മോഹനേട്ടൻ എന്നോട് വന്ന് സംസാരിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഓ, ഒന്നായി വിവരം അച്ഛനെ വിളിച്ച് പറയുവാണല്ലേ? പറയ്. എന്നാലല്ലേ കുറച്ചു കഴിഞ്ഞ് അടിച്ചു പിരിയുമ്പോ അടിച്ചു തെറ്റിന്ന് പറയാൻ പറ്റൂ. ഞങ്ങൾ ഒന്നിച്ച് അങ്ങോട്ടേക്ക് വരാച്ചാ. അമ്മയ്ക്കൊരു സർപ്രൈസ് ആവട്ടെ. ശരി അച്ഛാ, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താടി? കലക്കേട്ടത്തി, ഈ കൈക്കേ ഒരു വള ഉണ്ടാക്കിയിടണം. എന്നിട്ട് എവിടെ എന്ത് വള? അത് ഞാനൊരു അലങ്കാരത്തിന് പറഞ്ഞതല്ലേ, വളയൊക്കെ ഇടണമെന്ന്. സത്യം പറയാലോ ഏട്ടത്തി, അവരെ ഏട്ടത്തിയുടെ മുന്നിൽ വന്ന് സംസാരിച്ചപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാ, എത്ര ധൈര്യത്തിലാ ഏട്ടത്തിയുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേന്ന്. ഞാനത് വിചാരിച്ചതും ഏട്ടത്തെ അവർക്കിട്ടത് പൊട്ടിച്ചതും ഒന്നിച്ചായിരുന്നു. അതെന്തായാലും കലക്കി. നീ ഇത് പറയാനാണോ വന്നത്? ഇത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. എന്ത് കാര്യം? ആ, ഏട്ടനും വന്നത് നന്നായി. ഏട്ടാ, മായമ്മ പല പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏട്ടത്തിക്ക് ഇനി ജോലി കിട്ടിക്കഴിഞ്ഞാ അത് വീണ്ടും കളയാൻ മായമ്മ നോക്കും. ഏട്ടത്തിയെ ദ്രോഹിക്കാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏട്ടത്തി സൂക്ഷിക്കണം. അവരെന്ത് വേണോ ചെയ്യട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. ഇനി എന്റെ കൺമുന്നിൽ വരാതിരിക്കുന്നത് അവർക്ക് നല്ലത്. ഏട്ടത്തി വിട്ടുകൊടുക്കൊന്നും വേണ്ട. അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഏട്ടനെ ഏട്ടത്തി ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. രണ്ടുപേരും സൂക്ഷിക്കണം. എന്നാ ഞാൻ പോവാ ഏട്ടത്തി. ഏട്ടാ, വേറെന്തെങ്കിലും ന്യൂസ് കിട്ടിയാൽ ഞാൻ അറിയിക്കാം.